നമ്മൾ റിയാദിൽ നിന്ന് ഫാമിലിയെ നാട്ടിലേക്ക് സെറ്റാക്കിയ സമയത്ത് ആദ്യമായിട്ട് ചെയ്തൊരു സാധനം ഒരു വണ്ടി മേടിച്ചിട്ട് പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുപോയി എന്നുള്ള അങ്ങനെ കൊണ്ടുപോയി ഒരു വഴിയിൽ കൊണ്ടുപോയി അവൾ ആകെ മറ്റേ പാമ്പാടിയ മാതിരി ഇങ്ങനെ പോയി അപ്പോൾ ബ്രേക്ക് 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 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ കൊണ്ടുപോയി ചുമരുമ കുത്തി. അങ്ങനെ ഒരു ദിവസം കുത്തി അവൾ പറഞ്ഞു ഇനി ഞാൻ ഡ്രൈവിങ്ങിനില്ല. നമ്മൾ സാറിലഞ്ച് പിന്നെയും പാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടുപോയി പിന്നോട് അവൾ പറഞ്ഞു നിങ്ങൾ ചൂടായിരുന്നു കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ വീണ്ടും കൊണ്ടുപോയി പിന്നെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു ലോറിൻ്റെ പിന്നാലെ കുത്തി. അപ്പോഴും ബ്രേക്ക് എന്നോട് ഇത്ര നേരം പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ 3, 4, 5 കുത്തൽ കുത്തിയപ്പോൾ അവളിനോട് പറഞ്ഞു ഡ്രൈവിംഗ് ഇന്നെ കൊണ്ടാവൂല. അവൾ പറഞ്ഞു ഈ പെൺകുട്ടികളൊക്കെ എന്ത് ഉഷാറിലേ വണ്ടിയിട്ട് പോകണം, എങ്ങനെ ഈ കാര്യം ഓരോ കൊണ്ടുപോകണം, എന്നെ കൊണ്ടാവില്ല, ഞാൻ നിർത്തി തന്നെ. അവൾ പരിപാടി നിർത്തി. അതായത് നമ്മളിത് ഷൗട്ട് ചെയ്തിട്ടേ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ ഓളെ പഠിപ്പിച്ചാൽ ശരിയാവില്ല, ഞാൻ ഡ്രൈവറെ ഏൽപ്പിച്ചു, സുഭാഷിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഓൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് വണ്ടി ഓട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് തന്നെ സുഭാഷ് നല്ല മനുഷ്യൻ, ഞങ്ങളെ മാതിരിയല്ല, ഓൻ ചൂടാവുന്നില്ല, നല്ലോണം സ്നേഹത്തിൽ പറഞ്ഞു തരും. നമ്മൾ അധികാരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരു സാധനം പഠിപ്പിക്കരുത്. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ചൂടാകാനുള്ള ടെൻഡൻസി കൂടുതലേക്കാരം. അത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പഠിക്കൂല എന്ന് മാത്രമല്ല അവരുള്ള ആ സ്കില്ലുണ്ടല്ലോ, എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിപ്പോവുകയും അവർ ആ പരിപാടി നിർത്തി വെക്കുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ വേറൊരാളായിരിക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചാൽ അവരത് പഠിപ്പിച്ച് ഉഷാറാക്കി തിരിച്ചു കൊണ്ടുവരും. ഞാൻ വേറെ ആളുടെ ഭാര്യയാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കും, ചൂടാവില്ല കേട്ടോ, ചൂടാവില്ല, അടിപൊളിയായിട്ട് മോളെ അങ്ങനെയല്ല ആക്സിലറേറ്റർ അല്ല, ബ്രേക്ക് 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 അങ്ങനെ. അപ്പോൾ സ്വന്തം ഭാര്യനെ ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ട വേറെ ആളെ ഏൽപ്പിച്ചാൽ